Hello everyone, welcome to my channel. You can Dr. Anjana. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് അരക്കപ്പ് തേങ്ങ, ചുവന്നുള്ളി, വെളുത്തുള്ളി. നിങ്ങളുടെ കയ്യിൽ എത്ര തേങ്ങ ഉള്ളത് വെച്ചാൽ അത്ര എടുക്കാം. തേങ്ങ ഓൾറെഡി ചിരണ്ടിയിട്ടുണ്ട്. ഇനി ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. വേണമെങ്കിൽ ചെറിയ ജീരകമോ അല്ലെങ്കിൽ എള്ളോ ഈ സമയത്ത് ചേർക്കാം. തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അതിപ്പോൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി. ഇവിടെ വേറൊരു പാനിൽ 3 കപ്പ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതായത് 250 ml 3 കപ്പ് വെള്ളം എടുത്തേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്ഷണലാണ്. മുറുക്കിന് ഒരു അല്പം മധുരമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതിലേക്ക് തന്നെ നേരത്തെ നമ്മൾ അരച്ചു വെച്ച തേങ്ങയും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് സോഫ്റ്റ് അരിപ്പൊടിയാണ്. നൂൽപുട്ടുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ പത്തിരിപ്പൊടി ഏതായാലും കുഴപ്പമില്ല. നേരത്തെ വെള്ളം എടുത്ത അതേ പാത്രത്തിൽ തന്നെ 2 കപ്പ് അരിപ്പൊടിയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. പാത്രത്തിലെ വെള്ളം തിളച്ചു വരുമ്പം ഈ അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒന്ന് തണുത്ത് വരുമ്പം ചപ്പാത്തി പരുവത്തിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ അരിപ്പൊടിയും തേങ്ങയും എല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു ചപ്പാത്തി പരുവത്തിൽ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. വേണമെങ്കിൽ ഒരു അല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് മുറുക്കുണ്ടാക്കാൻ തുടങ്ങാം. ഇവിടെ ഞാൻ സേവനാഴിയിൽ സ്റ്റാർ ഷേപ്പ് അച്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. മാവ് എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ നല്ലപോലെ ബബിൾസ് വരും. മുറുക്ക് ഏകദേശം പ്രിപ്പയർ ആകുമ്പം ഈ ബബിൾസ് നിന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ബബിൾസ് നിന്ന് കഴിഞ്ഞപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം കൂടി എണ്ണ കിടന്നാൽ മതി. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്ക് എന്തെങ്കിലും കുറയ്ക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെയുള്ള നല്ല മുറുക്കുണ്ടെങ്കിൽ എപ്പോഴും കഴിക്കാവുന്നേ ഉള്ളൂ. എപ്പോഴും ബേക്കറി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ബ്രൗൺ ആയി വരുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് കോരാം. കരിയാൻ നിൽക്കരുത്. പല ബാച്ചായി മുറുക്കുണ്ടാക്കി എടുക്കുന്നുണ്ട്. അച്ച് മാറ്റിയിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ പക്കാവടയുടെ അച്ചാണ് ഇട്ടേക്കുന്നത്. രണ്ട് ഷേപ്പിൽ മുറുക്കം ഉണ്ടാക്കിയതേ ഉള്ളൂ. മുറുക്കുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ എണ്ണ കൂടുതൽ മുറുക്കിൽ പിടിക്കാൻ സാധ്യതയുണ്ട്, മാവ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അത് വളരെ ടൈറ്റ് ആണെങ്കിൽ, വെള്ളം കുറഞ്ഞു പോവുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കാര്യം മുറുക്കുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മുറുക്കുണ്ടാക്കുന്ന സമയത്ത് വേറെ ലോകത്ത് പോയി കഴിഞ്ഞാൽ ഈ മുറുക്ക് കരിയാനുള്ള സാധ്യതയുണ്ട്.
മുറുക്കുണ്ടാക്കുമ്പോൾ എണ്ണയിൽ തന്നെ കിടന്ന് ബ്രൗൺ ആവണമെന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടാവും. അതുകൊണ്ട് ഒന്ന് ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ക്രിസ്പിനെസ്സിലേക്ക് വന്നോളും. ഇപ്പോൾ ബബിൾസ് വരുന്നത് നിന്നിട്ടുണ്ട്. ഇനി മറ്റേ സൈഡിലേക്ക് മറിച്ചിടാം. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എല്ലാ ഭാഗത്തേക്കും ആ ഹീറ്റ് എത്താൻ വേണ്ടിയിട്ടാണ് ഇളക്കേണ്ടത്. എന്തായാലും നമ്മുടെ 2 ഷേപ്പിലുള്ള മുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സ്റ്റാർ ഷേപ്പ് അച്ചാണെങ്കിൽ മാവ് എണ്ണയിലേക്ക് ഒഴിക്കാൻ വളരെ എളുപ്പമാണ്. കുറച്ചൊരു ഫ്രൈയിങ് ടൈം കൂടുതലായിരിക്കും. പക്ഷേ ഈ പക്കാവടയുടെ അച്ചാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ മഴയത്ത് ഇതുപോലെ നല്ലൊരു മുറുക്ക് കഴിക്കണമെങ്കിൽ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, തീർച്ചയായും ഉണ്ടാക്കണം. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അതിൻ്റെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. താങ്ക്